വാരണാസി അല്ലെങ്കിൽ കാശി, അതുമല്ലെങ്കിൽ ബനാറസ്, ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലെ ഗംഗാനദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് വാരണാസി. എല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ തന്നെ പുരാണ തീർത്ഥാടന കേന്ദ്രമായ വാരണാസിയെ കുറിച്ച് അറിയാക്കഥകൾ ഒരുപാടുണ്ട്. കാശിയിൽ പോയി അന്തിമണഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരാണ് ഹിന്ദു സമൂഹം. കാശിയിൽ ചെന്നാൽ അഘോരികളെ കാണാൻ സാധിക്കും. ശവന്തിനി അഘോരികളെ. ശവങ്ങളുമായി അവർ രതി ഏർപ്പെടുകയും കത്തുന്ന ചിതയിൽ നിന്നും മനുഷ്യമാംസം തിന്നുന്നവരാണ് അഘോരികൾ. വാരണാസിയിൽ മരണമടഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസം എങ്ങനെ വന്നു? അഘോരികളുടെ നീച പ്രവൃത്തികൾ അവിടെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ടോക്ക് സ്പേസിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്വാതി ശ്രീ KS. Let us talk about everything. Welcome back to Talk Space. വരുണ, അസി എന്ന് രണ്ട് നദികളുടെ സംഗമം ഗംഗയിലേക്ക് ചേരുന്ന ആ ഭാഗത്താണ് വാരണാസി രൂപപ്പെടുന്നത്. ആയിരക്കണക്കിന് പേരാണ് വാരണാസിയിൽ ദിവസവും വരുന്നത്. അതിൽ വലിയൊരു ശതമാനം പേർ കാശിയിൽ എത്തുന്നത് മരണം ആഗ്രഹിച്ചാണ്. ആളുകൾ മരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനവും പരമശിവന്റെ നിത്യവാസ സ്ഥലവുമാണ് കാശി. ഇസ്ലാം മതവിശ്വാസികൾക്ക് മക്ക പോലെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെയുമാണ് ഹിന്ദു മതവിശ്വാസികളുടെ പുണ്യസ്ഥലമായ കാശി. ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കാശിയിൽ സന്ദർശിക്കണമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പരമശിവന്റെ തലയിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധചന്ദ്രന്റെ രൂപത്തിലാണ് കാശി സ്ഥിതി ചെയ്യുന്നത്. മരണസമയം പരമശിവന്റെ മോക്ഷമന്ത്രം മരിക്കാൻ പോകുന്ന ആളിന്റെ ചെവിയിൽ ഉരുവിടുമെന്നാണ് വിശ്വാസം. എന്നാൽ അഘോരികൾ അധിവസിക്കുന്ന ഇടം കൂടിയാണ് കാശി. കാശിയിൽ മാത്രമല്ല, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ പുണ്യ സങ്കേതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാകുന്ന സന്യാസി സമൂഹമാണ് അഘോരികൾ. ഭാരതത്തിൽ അഘോരികളുടെ വരവിന് 5000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. സാധാരണ സന്യാസ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് അഘോരികൾ. മനുഷ്യന് അറപ്പ് തോന്നുന്ന എല്ലാത്തിനോടും ഇടപെടുന്നവരാണ് ഇവർ. അഘോരികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അനന്തമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ പോലെയാണവ. യഥാർത്ഥത്തിൽ ഇവർ നല്ലവരാണോ ചീത്തവരാണോ എന്നൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അമാനുഷിക കഴിവുകൾ ഉള്ള ഇവർക്ക് ഭാവി നിർവചിക്കാനോ അല്ലെങ്കിൽ ആഗ്രഹം സഫലമാക്കി കൊടുക്കാനോ ഒന്നും സാധിക്കാറുമില്ല. ഗംഗയിൽ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങൾ പിടിച്ചെടുത്ത് ഭക്ഷിക്കുക, ബാങ്ക്, കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിക്കുക, മരിച്ച സ്ത്രീകളുമായി സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യാറ്. വളരെ നിഗൂഢത നിറഞ്ഞ ജീവിതമാണ് ഇവരുടെ. ഇവർ സംഹാരമൂർത്തരായ ശിവന്റെയും കാളിയുടെയും ഭക്തരാണ്. ഇവർ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന സമൂഹം കൂടിയാണ്. എന്നാൽ സന്യാസികളെ പോലെ ഭൗതിക സുഖം ത്യജിക്കാൻ ഇവർ തയ്യാറുമല്ല. മാംസാഹാരം കഴിച്ചും കള്ളും കഞ്ചാവും ലൈംഗിക സുഖവുമെല്ലാം ഇവർക്ക് വേണം. തികച്ചും മനുഷ്യന്റെ ഇടയിൽ താമസിക്കുന്ന നരഭോജികളാണിവർ. ദൈവം സർവ്വതിനും നിലനിൽക്കുന്നു എന്നതാണ് അഘോരികളുടെ വിശ്വാസം. അതിനാൽ മനുഷ്യരക്തം, വിസർജ്യം എന്നിവ ഭക്ഷിക്കുകയും മനുഷ്യന്റെ തലയോട്ടികൾ അണിയുകയും ചെയ്യുന്നുണ്ട്. അഘോരികൾ ദേഹമാസകലം ഇടുന്ന ഭസ്മം മനുഷ്യ ശരീരം സംസ്കരിച്ച് ചാരത്തിൽ നിന്നും എടുത്തവയാണ്. അവധൂത ഗീത ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരം അഘോരികൾ ശിവന്റെ 5 മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമാണ് അഘോരം എന്ന് പറയുന്നത്. അഘോരം എന്ന അർത്ഥം വരുന്നത് ഭീകരത്തിന് ഉപരി എന്നതാണ്. എന്തുകൊണ്ടാണ് അഘോരികൾ ശ്മശാനത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതിനുള്ള കാരണം, ശ്മശാനത്തിൽ താമസിച്ചാൽ കൂടുതൽ മരണങ്ങൾ കാണാൻ സാധിക്കുകയും അതുവഴി ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും കഴിയുമെന്നാണ് അഘോരികളുടെ വിശ്വാസം. അതിനാലാണ് കാശിയിൽ അഘോരികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അഘോരികളുടെ കൈകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും ഒരു തലയോട്ടി കാണും. ആ തലയോട്ടി അവർ ഭക്ഷണം കഴിക്കുന്നതിനും പാനീയം കുടിക്കുന്നതിനുമാണ് ഉപയോഗിക്കാറ്. പക്ഷേ അഘോരികൾ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും യഥാർത്ഥ അഘോരികളല്ല. വ്യാജ അഘോരികൾ ധാരാളമുണ്ട്. പട്ടിണി അകറ്റാനും ലഹരികൾ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് വ്യാജ അഘോരികൾ ആകുന്നത്. യഥാർത്ഥ അഘോരികൾ കാണണമെങ്കിൽ ഹിമാലയൻ മലനിരകളിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ കാടുകളിലും സഞ്ചരിക്കണം. അവിടെയാണ് അവരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കാറ്. ബാക്കിയുള്ള അഘോരികൾ എല്ലാം വ്യാജ അഘോരികളാണ്.
യഥാർത്ഥ അഘോരികൾക്ക് 200 വർഷം ആയുസുണ്ടെന്നാണ് പുരാണം പറയുന്നത്. അവർ മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കാശി പോലുള്ള പുണ്യ സ്ഥലങ്ങളിൽ കാണുന്ന അഘോരികളിൽ ഭൂരിഭാഗവും വ്യാജ അഘോരികളാണ്. സന്ദർശകരിൽ നിന്നും ലഭിക്കുന്ന പണവും കഞ്ചാവും ബാങ്കും എല്ലാം ലഭിക്കുന്നതിനായാണ് അവർ അവിടെ നിൽക്കുന്നത്. ഗംഗയിൽ നിന്നും ഒഴുകി വരുന്ന അഴുകിയ ശവങ്ങൾ തിന്ന് നീച പ്രവർത്തികൾ ചെയ്ത് സ്വയം അഘോരികളാണെന്ന് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് കൂടുതലും. യാത്രകളാണ് ഏതൊരു സ്ഥലത്തെയും പൂർണ്ണ രൂപം നൽകുക, അല്ലെ? അത് എത്ര വിശദീകരിച്ചാലും അല്ലെങ്കിൽ വായിച്ചാലും ഒരുപക്ഷെ കൃത്യമായ ഒരു രൂപം ലഭിക്കണമെന്നില്ല. കാശിയും അഘോരികളെയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.